നോട്ട് പ്രതിസന്ധി സമസ്ത മേഖലകളെയും ഗുരുതരമായാണ് ബാധിക്കുന്നത്. പഴം, പച്ചക്കറി കച്ചവടക്കാർ വളരെയധികം ദുരിതത്തിലാണ്. മലപ്പുറത്തെ കോട്ടപ്പടി പച്ചക്കറി മാർക്കറ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ നോട്ട് പ്രതിസന്ധി നിങ്ങളെ ബാധിക്കുന്നത്? നോട്ട് പ്രതിസന്ധി ഇപ്പോഴും വളരെ ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ്. വരുന്ന ആൾക്കാർ മുഴുവൻ ഇപ്പോൾ 2000 രൂപയായിട്ടാണ് വന്നുള്ളത്. ഇവർക്ക് ബാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. വാങ്ങുന്നവർ 100 രൂപ 90 രൂപ വെച്ച് സാധനം അവർക്ക് വൈകിട്ട് വരെ എങ്ങനെ ഇത് ബാക്കി കൊടുക്കാൻ സാധിക്കാം? 500 രൂപ നോട്ട് ഇതുവരെ എത്തിയിട്ടില്ല, ചില്ലറ നോട്ട് ഇതുവരെ എത്തിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. കച്ചവടത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ട് ആദ്യത്തെക്കാളും? കച്ചവടത്തിന്റെ 40% കുറവാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 40% ഇപ്പോഴും കുറവാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കച്ചവടം ഞങ്ങൾക്ക് കൂലി കൊടുക്കാനും മറ്റിനും വളരെ ബുദ്ധിമുട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 2-3 പണിക്കാരുണ്ടല്ലോ, ഒരു പണിക്കാരനെ വെച്ചിട്ടാണ് ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഴം വിപണിയെയും നോട്ട് പ്രതിസന്ധി ഗുരുതരമായിട്ടാണ് ബാധിക്കുന്നത്. കടുത്ത വേനലായ സമയത്തും പഴം വിപണിയിൽ കാര്യമായ ആവശ്യക്കാർ ഇല്ല എന്ന് തന്നെയാണ് കച്ചവടക്കാർ പറയുന്നത്. എങ്ങനെയാണ് നോട്ട് പ്രതിസന്ധി നിങ്ങളെ ബാധിക്കുന്നത്? നോട്ട് പ്രതിസന്ധി ഭയങ്കര ഗുരുതരം തന്നെയാണ്. പിന്നെ ചില്ലറ ഇല്ല, അതാണ് 2000 നോട്ടാണ് വരുന്നത്, ചില്ലറ കിട്ടുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരുപാട് ആളുകളുടെ സ്ഥലമാണ്. ഇപ്പോൾ ആ കമ്മിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നല്ല ഫ്രൂട്ട്സിന് നല്ല കച്ചവട ടൈമാണ്, ആളുകൾ വളരെ കമ്മിയാണ്, ചില്ലറ പ്രശ്നമാണ്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ 2000 എല്ലാവരും കൊണ്ടുവരുന്നത്, പിന്നെ അത് ചില്ലറ കൊടുക്കാനില്ല. ഒരാൾ 100 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 1900 രൂപ ബാക്കി കൊടുക്കണം. അതിന് സാധനം ഇവിടെ ഇല്ല, ചില്ലറ ഇല്ല. പിന്നെ 500 ഉണ്ടെങ്കിൽ തന്നെ ആരും തരുന്നില്ല, ഒക്കെ 2000 തരുന്നത്. ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ് പോകുന്നത്. പിന്നെ ഓരോരുത്തരും നമ്മളെ കസ്റ്റമേഴ്സിന് ഓരോരുത്തർ, അതായത് ഓരോരോ പണിക്കാർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണിക്കാരത് കച്ചവടത്തിൻ്റെ പേരിൽ അങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് പോവുകയാണ്. വളരെ ഗുരുതരം തന്നെയാണ് ചില്ലറിന്റെ പ്രശ്നം. നിത്യോപയോഗ സാധനങ്ങൾ പോലും ഒരു ജനസമൂഹം വാങ്ങുന്നില്ലെന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ വാങ്ങൽ ശേഷിയുടെ കുറവാണ് കാണിക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ക്യാമറ പേഴ്സൺ ഡാറ്റിസ് വേലായുധനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.